ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടല വെച്ചിട്ടുള്ളൊരു വെയിറ്റ് ലോസ് സാലഡാണ്. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് വേവിച്ചെടുത്ത കടല 1 കപ്പ് ഇടാം. ഇതിലേക്കിനി കുക്കുംബർ അരിഞ്ഞത് 1 കപ്പ്, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, 1/2 കപ്പ് ടൊമാറ്റോ, 1/2 കപ്പ് ഗ്രീൻ ആപ്പിൾ കൂടി ഇടാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിലക്കടല, വറുത്തു പൊടിച്ച ജീരകം 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. പിങ്ക് സോൾട്ട് 1/4 ടീസ്പൂണാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ഒഴിച്ച് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അതേപോലെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലെയുള്ള സാലഡ് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വേറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും വിശപ്പും തോന്നുകയില്ല. സാലഡിൽ ചേർക്കാനുള്ള കടല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് കടല ഒരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കാം. ഇതിനെ അടച്ച് മാറ്റി വെക്കാം. 8 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ കുതിർന്ന് കഴിയും. അതിനുശേഷം കഴുകി കുക്കറിലേക്ക് ഇടാം. കുതിർന്ന് കഴിഞ്ഞപ്പോഴേക്കും 1/2 കപ്പ് കടല 1 കപ്പായി കഴിഞ്ഞു. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം അരമണിക്കൂർ സ്ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇതിലെ ആവി മുഴുവൻ പോയതിന് ശേഷം വേണം അടപ്പ് തുറക്കാൻ. നല്ലതുപോലെ ഇത് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചൊന്ന് റിൻസ് ചെയ്യാം. ഇതിലെ വെള്ളമൊന്ന് തോർന്നു കഴിഞ്ഞാൽ സാലഡ് തയ്യാറാക്കാനുള്ള കടല തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. താങ്ക്